എന്നെ എണീച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഉമ്മാൻ്റെ പുട്ടിൻ്റെ ഡ്യൂട്ടിന്ന് 2 സൈഡിലെ പുഴുക്കാല പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മ കടലെല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഡ്യൂട്ടി ഞങ്ങൾക്ക് ഇരിക്കും. അത് ഞാൻ തന്നെ ആക്കണമല്ലോ. അപ്പോൾ ഇതാ തേങ്ങ ഒരു ഭാഗത്തുണ്ട്, പുട്ടിൻ്റെ പൊടി ഒരു ഭാഗത്തുണ്ട്, ഈച്ചയുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മ പുട്ടിൻ്റെ ഡ്യൂട്ടി നല്ല അടിയിലാണ് കേട്ടോ. അപ്പോൾ ഉമ്മ എടുത്തിട്ട് തള്ളി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുട്ടെല്ലാം ചെറവറ വീഴുന്നുണ്ട്. അപ്പോൾ ഇനി ഇതാ ഞാൻ എൻ്റെ കടലക്കറിൻ്റെ ഉഴാന്ന് ഉമ്മ എല്ലാം ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാണ്ട് മാത്രം എടുക്കുക. എന്നിട്ട് ഇതാ കടല പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് ഇനിയിപ്പം നമ്മൾ അരച്ച തേങ്ങയില്ലേ അതും കൂടി ഇട്ടിട്ട് നല്ല പങ്ങിൽ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പം എനിക്കൊരു ഡൗട്ട്, ഇതൊന്നും ഇങ്ങനെ കുറച്ച് മൂത്തിട്ടല്ല പാന്ന്. അപ്പം ഞാൻ എന്താക്കി കുറച്ച് എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് നല്ല പങ്ങിൽ അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് തന്നെ ഒഴിക്കുന്നുണ്ട്. അപ്പം നല്ല കുറുകിയ നമ്മളെ കടലക്കറിയും കൂടി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ പിള്ളേർക്കും ചകല തിന്നാൻ വേണ്ടിയിട്ട് അടുപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ മുറ്റത്ത് പോയിട്ട് ആ ബെയിലെല്ലാം ഒന്ന് കണ്ട് ആസ്വദിച്ച് അപ്പം അവിടെ സർവത്തിൻ്റെ ഉപ്പി അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. നായ്ക്കുള്ളത് സർവത്താണ് ഇട്ടത്. അപ്പോൾ ഇതാ ഇവരുടെ കഴിക്കുന്നുണ്ട്. ഇനിയിപ്പം ഞൻ്റെ പോയാണ് ഇതാ പുട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കറി നല്ല തിക്കായിട്ടുള്ള കറിയായതുകൊണ്ട് നല്ല പണ്ടായിരുന്നു കേട്ടോ. പുട്ടിൻ്റെയൊക്കെ നല്ല പങ്ങിൽ വെച്ചിട്ട് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ പുട്ടും കടലെല്ലാം തള്ളുന്നുണ്ട്. ഇനിയിപ്പോൾ അതാ അങ്ങനെ അതായത് എൻ്റെ അമ്മായി അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലുലു എന്തോ ജ്യൂസാണ് അത് അല്ല ഫിനോയിൽ അതും കൂടി പൊട്ടിച്ചിട്ട് അതിനെല്ലാം ഓക്കി കളയുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് ഇവരെല്ലാം ഓരോ പണിയിലുണ്ടല്ലോ. അപ്പോൾ ബിരിയാണി ഞാനൊക്കെ വിചാരിച്ചു. അങ്ങനെ ഇതാ ഞാൻ എൻ്റെ ബിരിയാണി പണിയിൽ മുഴുകിയിരിക്കുകയാണ്. എൻ്റെ മസാല അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറിനെ കുറച്ച് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതും കഴിഞ്ഞിട്ട് നമ്മളെ കോഴിക്കാലി റെഡി ആകുന്നുണ്ട് കേട്ടോ. ഇനി ഇതാ നമ്മളെ കച്ചമ്പറും കൂടി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ പിള്ളേർക്ക് എല്ലാവരും ഒരു പ്ലേറ്റിലേ 1 2 3 4 5 6 7 എല്ലാ പ്ലേറ്റിലും വിളമ്പിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് വെച്ചിട്ട് ആ കോഴിക്കാലിനെ ലുലു എടുത്തിട്ട് തിരിച്ചിട്ട് മറിച്ചിട്ട് എല്ലാം നോക്കുന്നുണ്ട് കേട്ടോ. ഓളും ഫസ്റ്റ് ടൈമാണ് തിന്നുന്നത്. അപ്പോൾ അതിനെ നോക്കുന്നുണ്ട് എങ്ങനെ തിന്നുന്നുണ്ട് എന്നെല്ലാം നോക്കിയിട്ട് അങ്ങനെ തിന്നാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഞാനും വയ്ക്കുന്നുണ്ട്. നല്ല പങ്കിലും മാഷാല്ലാ നല്ല അടിപൊളി ബിരിയാണി കേട്ടോ. അങ്ങനെ അത് കുഴച്ച് തിന്നുന്നുണ്ട്. അപ്പം മുറ്റത്ത് കഴിയുമ്പോഴത്തേക്ക് ഈറ്റിങ്ങെല്ലാം കളിക്കുന്നുണ്ട് കേട്ടോ. അന്നേം കൂടി കൂട്ടാൻ പറഞ്ഞ് ഇവർ കൂട്ടിയിട്ടാ. അപ്പോൾ ഇവരെന്നെ കളിക്കട്ടെ ഞാൻ വിചാരിച്ച്. അവർ കളിക്കുന്നതെല്ലാം ഞാൻ നോക്കിയിട്ട് ആസ്വദിക്കുന്നുണ്ട് അവിടെ നിന്നിട്ട്. എൻ്റെ മോനെ ഇപ്പുറത്തെല്ലാം പായുന്നുണ്ട് കേട്ടോ. നല്ല പായുണ്ട് ഇനി കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇതെല്ലാം നോക്കി കഴിഞ്ഞിട്ടായിട്ട് ഞാൻ എൻ്റെ പണിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ബൈ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം.